ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനിൽ നിന്നും ബോയിൽസ് ലോ, ചാൾസ് ലോ ഒക്കെ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ളതാണ്. കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്ത് ചെയ്യുന്നു? പി വി ഇസ് ഈക്വൽ ടു 1/3 mn0 u². നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യമാണ്. u² എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. സോ ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമുക്ക് ബോയിൽസ് ലോയും ചാൾസ് ലോയും ഒക്കെ എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബോയിൽസ് ലോ ആൻഡ് ചാൾസ് ലോ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, അക്കോർഡിംഗ് ടു കൈനറ്റിക് തിയറി, എവറേജ് കൈനറ്റിക് തിയറി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് mu² proportional to T. Then for a definite mass of gas containing n molecules contain ചെയ്ത ഗ്യാസ് ആണെങ്കിൽ നമുക്കിതെങ്ങനെ എഴുതാം? 1/2 n മോളിക്യൂൾസ് ആണ്. u² proportional to T എന്ന് എഴുതാം. ഇത് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് അവിടെ ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 mn u² is equal to kT. k എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് രണ്ട് സൈഡും, ഇക്വേഷൻ്റെ രണ്ട് സൈഡും 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2/3 ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? 2/3 × 1/2 mn u² is equal to 2/3 kT. അങ്ങനെ ഉണ്ടാവും, 2/3 kT. അപ്പോൾ ഇവിടെ നോക്ക്, 2 തമ്മിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/3 mn u² is equal to 2/3 kT. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ എന്തായിരുന്നു? പി വി ഇസ് ഈക്വൽ ടു 1/3 mn u². അപ്പോൾ നമുക്കിതെന്ത്, ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? പി വി എഴുതാം. പി വി ഇസ് ഈക്വൽ, അതായത് 1/3 mn u² എന്ന് പറഞ്ഞാൽ പി വി ആണ് നമുക്കറിയാം കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനിൽ നിന്ന്. 2/3 kT. PV is equal to 2/3 kT. നമുക്ക് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രാക്കറ്റിൽ എഴുതാം. PV is equal to 1/3 mn u² കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിന്ന് നമുക്ക് ബോയിൽസ് ലോയും ചാൾസ് ലോയും എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എടുക്കാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ, ഈ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 2/3 കോൺസ്റ്റൻ്റ് ആണ്, k കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ സ്പെഷ്യൽ കേസ് എടുക്കുകയാണ്, ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പി വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതെന്താണ്? ദിസ് ഈസ് ദി ബോയിൽസ് ലോ. ദിസ് ഈസ് ദി ബോയിൽസ് ലോ. ഇനി സെക്കൻഡ് കേസ് എടുക്കാം. സെക്കൻഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നതെങ്കിലോ ഈ പ്രഷറിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം അല്ലേ. അപ്പോൾ വി എന്ന് പറഞ്ഞത് വേരിയബിളാണ്. വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രഷറിനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ 2 ഉണ്ട്, k കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ 3 ഉണ്ട്, പി നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു, ടി കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇതെങ്ങനെ വരും? വി ഹോൾ കോൺസ്റ്റൻറ്റ് KT എന്ന് വരും. അതിന് നമുക്ക് KT എന്ന് ഉണ്ടാവും. അപ്പോൾ കോൺസ്റ്റൻറ്റ് മാറ്റിയാൽ വി പ്രൊപ്പോർഷണൽ ടു, എങ്ങനെ എഴുതാം? വി പ്രൊപ്പോർഷണൽ ടു ടി. ദിസ് ഈസ് ദി ചാൾസ് ലോ. ദിസ് ഈസ് ദി ചാൾസ് ലോ. ഇങ്ങനെയാണ് ബോയിൽസ് ലോയും ചാൾസ് ലോയും കൈനറ്റിക് ഗ്യാസ് ഇക്വേഷനിൽ നിന്നും ഡിറൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ്
നെക്സ്റ്റ് RMS വെലോസിറ്റി ആണ്. നമുക്കറിയാവുന്ന രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ദാറ്റ് ഈസ് PV is equal to RT. സെക്കൻഡ് കൈനറ്റിക് ഗ്യാസ് ഇക്വേഷൻ ദാറ്റ് ഈസ് PV is equal to 1/3 mn0 U². അപ്പോൾ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, ഇത് ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? PV ആണ് അല്ലേ, PV equal to RT ആണ്, PV equal to 1/3 mn U² ആണ്. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ഫ്രം 1 and 2, അതായത് 1 equal to 2 implies RT is equal to 1/3 mn U². ഇതിൽ നിന്നും U² എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? U² മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ 3RT/mn0. U² is equal to 3RT/mn0. ഈ mn0നെ നമുക്ക് എന്ത് മാറ്റാം? മോളിക്കുലാർ മാസ്സാക്കി കൊടുക്കുക അല്ലേ. ഇത് ഒറ്റ മോളിക്യൂളാണ്. N0 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ N0 എന്നാൽ അവോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? U² is equal to 3RT/m. U² 3RT/m ആണെങ്കിൽ U is equal to square root of 3RT/m. ഇങ്ങനെ എഴുതാം. This is called the RMS velocity. RMS velocity. RMS velocity. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കൈനറ്റിക് എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഇതിൽ നമ്മൾ എന്താണ്, ഫസ്റ്റ് ഐഡിയൽ ഗ്യാസ് എഴുതാം. PV is equal to RT. സെക്കൻഡ് ക്വസ്റ്റ്യൻ എ. സെക്കൻഡ് PV is equal to 1/3 mn U². N0 എന്ന അവോഗാഡ്രോ നമ്പർ. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സൈഡ് മാത്രം ഏതൊരു സംഖ്യയും നമ്മൾ എന്താണ്, ഇപ്പോൾ 2/2 1 ആണല്ലേ, അല്ലെങ്കിൽ 3/3 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സംഖ്യക്ക് ഒരു ചേഞ്ച് വരുന്നില്ല. നമ്മൾ 1 മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വലാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ 2/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇക്വേഷനെ. ഇക്വേഷൻ B ഇൻറ്റു 2/2. അങ്ങനെ B ഇൻറ്റു 2/2 എന്ന് വേണ്ട, അതായത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, റൈറ്റ് സൈഡിൽ മാത്രം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? PV is equal to 2/3 ഇൻറ്റു 1/2 mn U². അങ്ങനെ കിട്ടും. 2/3 ഇൻറ്റു 1/2 mn U². അപ്പോൾ ഈ 1/2 mn U² എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം, കൈനറ്റിക് എനർജിയാണ്. PV is equal to 2/3 ഇൻറ്റു കൈനറ്റിക് എനർജി. അപ്പോൾ അവിടെ എഴുതാം, വേർ EK is equal to total translational kinetic energy of the N0 molecules present in 1 mole of the gas. So from A and B we can write equation ഇങ്ങനെയായിട്ട് മാറിയില്ലേ, BN ഇക്വേഷൻ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് എന്താ, RT is equal to 2/3 EK. എങ്ങനെ എഴുതാം? RT is equal to 2/3 EK. Then EK is equal to 3/2 RT. EK is equal to 3/2 RT. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ ആണ് 3/2 RT. അപ്പോൾ ദിസ് ഇസ് ദ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയാണ് പെർ മോൾ. ഇനി നമ്മൾ അതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ടെമ്പറേച്ചർ. ഇനി എവറേജ് കൈനറ്റിക് എനർജി എടുക്കുകയാണെങ്കിൽ, ഇത് ടോട്ടൽ മോളിക്യൂൾസിൻ്റെ ആണല്ലേ, എവറേജ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എവറേജ് കൈനറ്റിക് എനർജി is equal to EK by N0. EK എന്ന് പറഞ്ഞാൽ എന്താണ്? 3/2
RT ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 3/2 R/N0 ഇൻറ്റു T. 3/2 R/N0 കോൺസ്റ്റൻ്റ് ആണ്, KT എന്ന് കൊടുക്കാം. ആവറേജ് കൈനറ്റിക് എനർജി. അപ്പോൾ ഈ K എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയുന്നതാണ്, R/N0. K is equal to R/N0. It is called Boltzmann constant. Boltzmann constant. And it is equal to 1.3805 into 10⁻⁻23 joule kilo inverse. Average kinetic energy is equal to 3/2 kT, where K is the Boltzmann constant. The value ആണ് ഇത്. Okay.